ഹലോ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വീട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട് വയൽ സൈഡിലുള്ള വീടാണ്. അപ്പോൾ അവിടെ മൊത്തം മഴ പെയ്തു കഴിഞ്ഞാൽ തെന്നുന്നത് കാരണം ഞങ്ങൾ ആ ഫ്രണ്ട് സൈഡ് മൊത്തവും സിമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ചെടികളൊന്നും നടാൻ പറ്റത്തില്ല. ഞാൻ റോഡിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടിട്ടാണ് ചെടികളെല്ലാം നടുന്നതെന്ന് പറഞ്ഞില്ലേ. പിന്നീട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 ടൈപ്പ് വാഴയുണ്ട്. ഒന്ന് റോബസ്റ്റ എന്ന് പറയുന്ന പച്ചച്ചിങ്ങ. ഇത് അത്യാവശ്യം നല്ല വലിയ കൊലയാണ്. ചേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ച വാഴയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ വെള്ളപ്പൂവനും ചുവന്ന പൂവനും കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അപ്പോൾ ഈ വെള്ളപ്പൂവൻ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കൊലയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഞങ്ങൾ ചുമന്ന വാഴ കൊണ്ടുവച്ചു. വളരെ പ്രതീക്ഷയോടുകൂടിയ ഞങ്ങൾ ഈ ചുമന്ന വാഴ കൊണ്ടുവച്ചു. പക്ഷേ കൊല പിടിച്ചു വന്നപ്പം ഒന്നിനും കൊള്ളാത്ത ഒരു പഴം, ഒരു വിരലിൻ്റെ അത്രയും പോലും വണ്ണമില്ല ആ പഴത്തിന്. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് നിരാശയായിരുന്നു. മുട്ടം വാഴയായിരുന്നു. അത്രയ്ക്ക് നല്ല രീതിയിൽ ഞങ്ങൾ നോക്കിയതാണ്. തൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് 3-4 കോഴികളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കോഴികളാണ് ഈ കിടക്കുന്നത്. ഇവളുമാരുടെ കാഷ്ടമൊക്കെയാണ് ഞങ്ങൾ അതിനൊക്കെ എടുത്തിടുന്നത്. പിന്നീട് അതുകൊണ്ടാണ് ആ വാഴകളും എല്ലാം ഇത്രയും വലുതായി വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് എങ്കിൽ പിന്നെ ഈ വാഴ വെട്ടിക്കളയാമെന്ന് വരെ ചേട്ടൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് വേണ്ട, നിൽക്കട്ടെ, എന്തോ ആവുമെന്ന് നോക്കണമെന്ന് വിചാരിച്ച്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണേ ഗൈസ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.